ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ലാസ്റ്റ് ട്യൂട്ടോറിയൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ മോഡൽസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കി. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മെമ്മറി കമ്പോണൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാന്നുള്ളത്. അപ്പം ആസ് യൂഷ്വൽ ഞാൻ ഈ കോഡ് എക്സാമ്പിളിനകത്ത് ഗൂഗിൾ ജനറേറ്റീവ് എയുടെ ക്ലാസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോൺവെർസേഷൻ ബഫർ മെമ്മറി അത് പുതിയതാണ്. പിന്നെ ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്, റണ്ണബിൾ പാസ് ത്രൂ, റണ്ണബിൾ പാരലൽ. ഓക്കെ, ഇതിനകത്ത് ഈ കോൺവെർസേഷൻ ബഫർ മെമ്മറി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺവെർസേഷൻ ബഫർ മെമ്മറി പിന്നെ ഇവിടെ നമ്മൾ ഈ റിട്ടേൺ മെസ്സേജ് ട്രൂ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ആർഗ്യുമെന്റ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല മോഡൽസും ഉണ്ട്. അപ്പം അവർക്ക് വേണ്ട ഒരു ഇൻപുട്ട് ടൈപ്പ് അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്ററി അവർ കളക്ട് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് എ ഐ മെസ്സേജ്, ഹ്യൂമൻ മെസ്സേജ്, അങ്ങനെ പറഞ്ഞ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് മെസ്സേജസ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലോഡ് ആണെങ്കിൽ അത് വേറൊരു രീതിയിലായിരിക്കും. ചിലപ്പം ഹ്യൂമൻ മെസ്സേജ്, സിസ്റ്റം മെസ്സേജ് അങ്ങനെ വല്ലതും ഒക്കെ ആയിരിക്കും. അപ്പം അത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ഈ കോൺവെർസേഷൻ ബഫർ മെമ്മറി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മോഡലിനനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഹിസ്റ്ററീനെ അലൈൻ ചെയ്ത് വെക്കും. ഒരു ഇതിപ്പോൾ ഫോൾസ് കൊടുത്തേക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഒറ്റ സിംഗിൾ സ്ട്രിങ് ആയിട്ട് ചുമ്മാ സ്ട്രിങ്ങിനെ അറ്റാച്ച് ചെയ്ത് ഹിസ്റ്ററി അറ്റാച്ച് ചെയ്ത് ഒരു ഒറ്റ സ്ട്രിങ് ആയിട്ട് അങ്ങ് പോയി പോകും. അപ്പം അതൊരു മോഡലിനെ അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ റീഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനോ പറ്റത്തില്ല. അപ്പോൾ അതിനെ മോഡലിന് വേണ്ട രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ബഫർ മെമ്മറി ഹിസ്റ്ററിയിൽ സേവ് ചെയ്ത് വെക്കും. പിന്നെ ഈ മെമ്മറി കീ എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് എന്ത് വിളിക്കുമ്പോഴാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെമ്മറി കീ എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി എന്ന് പറയുന്ന വേരിയബിൾ ആയിട്ട് അസൈൻ ചെയ്യുന്ന പോലെ ഉള്ളു ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്നത് ചാറ്റ് പ്രോംപ്റ്റ് ടെംപ്ലേറ്റ്. ഇത് നമ്മൾ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ നോർമൽ പ്രോംപ്റ്റ് ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ കറണ്ട് കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി പാസ് ചെയ്തു. ഈ ഹിസ്റ്ററി എന്നുള്ള മെമ്മറി കീ ആണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഹിസ്റ്ററി എന്നുള്ള മെമ്മറി കീനെ എടുത്ത് അതിൻ്റെ അകത്ത് ഡേറ്റ എടുത്തിട്ട് ഇവിടെ പാസ് ചെയ്യണമെന്നാണ്. ഓക്കെ, പിന്നെ ഹ്യൂമൻ്റെ ഇൻപുട്ടും. ഓക്കെ, അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കുള്ളത് ചെയിൻ ആണ്. നമ്മളൊരു ചെയിൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ LECL എന്ന് കണ്ടോ? ഈ LECL സ്റ്റാൻഡ്സ് ഫോർ ലാങ് ചെയിൻ എക്സ്പ്രഷൻ ലാംഗ്വേജ്. നമ്മൾ ഈ പൈപ്പ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന പിന്നെ അങ്ങനത്തെ കുറച്ച് പുതിയ മാറ്റങ്ങൾ ലാങ് ചെയിൻ വന്നിട്ടുണ്ട്. അപ്പം അതിന് പറയുന്നതാണ് ലാങ് ചെയിൻ എക്സ്പ്രഷൻ ലാംഗ്വേജ്. അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലൊന്ന് റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഈ ചെയിനിൻ്റെ അകത്ത് നമ്മൾ റണ്ണബിൾ പാരലൽ എന്ന് പറയുന്നൊരു ക്ലാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ റണ്ണബിൾ പാരലൽ എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് പാരലായിട്ട് പല ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഈ റണ്ണബിൾ പാരലലിൽ നമ്മൾ 2 ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇൻപുട്ട് എടുക്കണം. ഓക്കെ, ഇൻപുട്ട് നമ്മൾ പ്രോംപ്റ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ഇൻപുട്ട് എടുക്കണം. പിന്നെ ഹിസ്റ്ററിയും ഫെച്ച് ചെയ്യണം. ഓക്കെ, ഹിസ്റ്ററി ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലാംഡ ഫംഗ്ഷനാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ നേരെ ഇതിങ്ങനെ കൊടുക്കാം, പക്ഷെ അത് അപ്പം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ അകത്തോട്ട് ഈ ലാംഡ ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം മെമ്മറി ഡോട്ട് ലോഡ് മെമ്മറി വേരിയബിൾസ് എക്സ് ഓഫ് എക്സ് ഹിസ്റ്ററി. ഓക്കെ, ഈ ലാംഡ ഫംഗ്ഷൻ നമ്മുടെ ഹിസ്റ്ററി ഫെച്ച് ചെയ്തുകൊണ്ട് വരും. ഓക്കെ, ആൻഡ് ദെൻ ഇത് ഈ റണ്ണബിൾ പാസ് ത്രൂ എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ എന്താണോ ഇൻപുട്ട് ചെയ്യുന്നത് അതിനെ സെയിം ആയിട്ട് ഈ ഇൻപുട്ടിൻ്റെ അകത്തോട്ട് എടുത്തു വെക്കും. ഓക്കെ, എന്നിട്ട് ഈ റണ്ണബിൾ പാരലൽ ഇതിന് രണ്ടിനെയും പാരലലി എക്സിക്യൂട്ട് ചെയ്തിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് ഈ പറഞ്ഞ പോലെ അടുത്തത് ഈ റണ്ണബിൾ പാരലിനകത്തുനിന്ന് അപ്പം നമുക്ക് ഹിസ്റ്ററിയും കിട്ടി, ഇൻപുട്ടും കിട്ടി. ഇൻപുട്ടിനെ ഹിസ്റ്ററിനെ ഈ പ്രോംപ്റ്റിലോട്ട് പാസ് ചെയ്യുന്നു. പ്രോംപ്റ്റിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് LLM-ന് കൊടുക്കും. അപ്പം നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്ത് ഇവിടെ നോർമൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ഉള്ളൂ. നമ്മളെല്ലാ ട്യൂട്ടോറിയലിലും കണ്ടിട്ടുണ്ട്. നമുക്കിവിടെ ഈ കോൺവെർസേഷൻ ബഫർ മെമ്മറി എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഈ റണ്ണബിൾ പാരലലും റണ്ണബിൾ പാസ് ത്രൂ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ പിന്നെ സംശയം ബഫർ മെമ്മറിയുടെ കാര്യത്തിലേ വരാൻ സാധ്യതയുള്ളൂ. ബഫർ മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഈ ബഫർ മെമ്മറി നമ്മൾ നോർമലി സ്ട്രിങ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് എടുത്ത് അറ്റാച്ച് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് മെമ്മറി ആഡ് ചെയ്യാറാണ്. നമ്മളൊരു LLM-ൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഈ ക്ലാസ് തന്നെ അതിന് വേണ്ട നമ്മുടെ മോഡലിന് വേണ്ട രീതിയിൽ നമ്മളുടെ ഹിസ്റ്ററീനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് എടുത്തോളും. നമ്മുടെ ഈ ഹ്യൂമൻ ഇൻപുട്ടും AI ഇൻപുട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മുടെ മോഡലിന് എന്ത് രീതിയിലാണോ
ഹിസ്റ്ററി വേണ്ടത് ആ രീതിയിൽ ഹിസ്റ്ററിനെ അറേഞ്ച് ചെയ്ത് വെച്ചോളും. പിന്നെ റണ്ണബിൾ പാരലൽ, അത് ഈ രണ്ട് ടാസ്കുകളെ പാരലലി റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഒരു വൈൽ ലൂപ്പ് ഇട്ടിട്ടുണ്ട്. ഇൻപുട്ട് എടുക്കുന്നുണ്ട്. യൂസർ ഇൻപുട്ട് ഡോട്ട് ലോവർ എക്സിറ്റോ ക്വിറ്റോ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ റെസ്പോൺസ് ചെയിൻ ഡോട്ട് ഇൻവോക്ക് ഇൻപുട്ട് യൂസർ ഇൻപുട്ട്. അപ്പം ആ ചെയിനെ ഇൻവോക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മെമ്മറി ഡോട്ട് സേവ് കോണ്ടാക്ട്സ് ഇൻപുട്ട് യൂസർ ഇൻപുട്ട് ഔട്ട്പുട്ട് റെസ്പോൺസ് ഡോട്ട് കോണ്ടാക്ട്. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ബഫർ മെമ്മറിയിലോട്ട് സേവ് ചെയ്യുന്നു. അത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് പൈത്തൺ ഇൻട്രാക്റ്റീവ് ചാറ്റ് ബോട്ട്. ഓക്കെ, എങ്ങനെയാണ് റൺ ആണെന്ന് നോക്കാം. അപ്പം നമ്മൾ മെമ്മറി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഐ ആം തോമസ് ജോസഫ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ ഗോട്ട് attacked by some പോലീസ് ഓഫീസേഴ്സ് എന്ന് കൊടുക്കാം. അപ്പം റെസ്പോണ്ട് ചെയ്ത് എന്നിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് ഹോം മിനിസ്റ്റർക്ക് ഒരു ഇമെയിൽ അയക്കണം എന്ന് പറയാം. അപ്പം മെമ്മറി ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഇമെയിൽ ആയിരിക്കും. എൻ്റെ പേരും ഐ ആം ഫ്രം കോട്ടയം എന്നും കൂടെ കൊടുക്കാം. ഫ്രം ഓക്കെ, അതും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം ഞാൻ എൻ്റെ ഒരു മെയിൽ എനിക്ക് ഹോം മിനിസ്റ്റർ കൊടുക്കാൻ ഒരു സിമ്പിൾ മെയിൽ ഉണ്ടാക്കി തരാൻ പറയാൻ പോവാണ്. അപ്പം എൻ്റെ പേര്, ഡിസ്ട്രിക്റ്റ്, പിന്നെ എന്താണ് റീസൺ എന്നുള്ളത് ഇപ്പം മെമ്മറിയിലുണ്ടായിരിക്കും. അപ്പോൾ അതിനെ എടുത്തിട്ട് എനിക്ക് മെയിൽ ഉണ്ടാക്കി തരണം. വിൽ യു ഹെൽപ്പ് മീ റൈറ്റ് ഇമെയിൽ ടു ദ ഹോം മിനിസ്റ്റർ about this simple mail. ഓക്കെ, അപ്പോൾ ഇമെയിൽ ഡ്രാഫ്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, തോമസ് ജോസഫ്, ഫുൾ അഡ്രസ് ഇൻ കോട്ടയം. നമ്മളുടെ കോണ്ടാക്ട്സ് ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. അറ്റാക്ക് നമ്മൾ അറ്റാക്ക്ഡ് ആയെന്നും പറഞ്ഞിട്ടുണ്ട്. റിസൈഡിങ്